ഇന്ത്യയുടെ ആദ്യ കവി വാൽമീകി 300 BC-യിൽ എഴുതപ്പെട്ടു രാമായണം. ഈ രാമായണം നടന്നത് അയോധ്യ രാജാവ് ശ്രീരാമൻ, രാജ്ഞി സീത, സഹോദരൻ ലക്ഷ്മണൻ ഭരതൻ, പിതാവ് ദശരഥ രാജാവ്. ഇന്ന് ഈ അയോധ്യ ആധുനിക നഗരമായി തീർന്നു. നമ്മുടെ ഇന്ത്യ സർക്കാർ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇന്ന് 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഒരു നഗരം. ഭാരതീയരെല്ലാവരും പോയിരിക്കേണ്ടതാണ്. വാൽമീകിയുടെ പേരിൽ അവിടെ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ട്. അതിനു പുറമെ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അതും ഈ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് 2 കിലോമീറ്റർ ദൂരമുള്ളൂ. അതിനു പുറമെ ശ്രീ വാൽമീകി ഹോം സ്റ്റേയും ഉണ്ട്. അത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയാണ്. ഇവിടെ വാൽമീകിയുടെ ഭക്തൻ ഹനുമാൻ്റെ അനുയായികൾ കുരങ്ങന്മാർ വഴി മുഴുവൻ കാണാം. ഒരു ശല്യവുമില്ല അവരെ കൊണ്ട്. അവർ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്നു. അവർ തമ്മിൽ കളിയും ബഹളവുമുണ്ട്. പക്ഷേ ജനങ്ങളെ ഉപദ്രവിക്കുന്നില്ല. ഭക്ഷണം തട്ടിപ്പറിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അവർ വളരെ സ്വസ്ഥമായി ഇവിടെ ജീവിക്കുന്നു. അയോധ്യയ്ക്ക് സമീപമുള്ള പട്ടണങ്ങളാണ് ലക്നൗ 155 കിലോമീറ്റർ, അലഹബാദാണ് 164, വാരണാസി 220, ഗയ 355. നമ്മൾ അയോധ്യയിൽ പോവുകയാണെങ്കിൽ അയോധ്യയ്ക്ക് പുറമെ വാരണാസി, ലക്നൗ, അലഹബാദ്, ഗയ ഇങ്ങനെ 5 പുണ്യനഗരങ്ങൾ, 5 പുരാതന നഗരങ്ങൾ നമുക്ക് കാണാനുള്ള അവസരവും കിട്ടും. ഗയ ഫേമസ് ആയത് ശ്രീബുധനാണ്. അലഹബാദ് നെഹ്റുവിൻ്റെ വീടാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വാരണാസി ലോകം മുഴുവൻ പ്രശസ്തമായ പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു നഗരം. ലക്നൗ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ള അതിപുരാതനമായ മുസ്ലിം നവാബ് ഭരിച്ചിരുന്ന സ്ഥലം. അയോധ്യ ശ്രീരാമനും ദശരഥനും ഭരതനൊക്കെ ഭരിച്ച രാജ്യം. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോയിരിക്കണം അയോധ്യയും ഈ ബാക്കി 4 പട്ടണങ്ങളിലും. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. ആ സംസ്കാരം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ഭാരതീയരാണല്ലോ, ഭാരതീയ സംസ്കാരമാണല്ലോ നമ്മളുടേത്. ഇനിയും അയോധ്യ തീർന്നിട്ടില്ല. ഇനിയും അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും കാണണമെന്ന പ്രതീക്ഷയിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഷെല്ലി എം.